ജസ്റ്റിസ് വിപുല്യം പഞ്ചോളി സുപ്രീം കോടതി ജഡ്ജി. കൊളീജിയം ശുപാർശ രാഷ്ട്രപതി അംഗീകരിച്ചു. കൊളീജിയം അംഗം ജസ്റ്റിസ് ബി നാഗരത്ന എതിർപ്പ് അറിയിച്ചെങ്കിലും ഇത് അവഗണിച്ചുകൊണ്ടാണ് രാഷ്ട്രപതിയുടെ നിയമനം. ഇതോടെ ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്നുള്ള സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം 3 ഡി ധനസുബോധ് ചേരുന്നു. ധനസുബോധ്, നിയമനത്തിന്റെയും ഒപ്പം ജഡ്ജിയുടെയും വിവരം. ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അലോക് ആരാധെ, അതിനോടൊപ്പം തന്നെ പട്ന ഹൈക്കോടതിയിൽ നിന്നും വിപുലം പഞ്ചോളി എന്നിവരെയാണ് സുപ്രീം കോടതി ജഡ്ജിമാരായി ഇപ്പോൾ രാഷ്ട്രപതി നിയമിച്ചിരിക്കുന്നത്. നേരത്തെ സുപ്രീം കോടതിയിൽ കൊളീജിയം തന്നെ ശുപാർശ നൽകിയതനുസരിച്ചാണ് ഈ നിയമനം നടത്തിയിരിക്കുന്നത്. കൊളീജിയം ശുപാർശ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ വലിയ വിവാദമാണ് അഴിച്ചുവിട്ടിരുന്നത്. കാര്യം 5 അംഗ കൊളീജിയത്തിൽ 4 പേരും ഈ തരത്തിലുള്ള നിയമനത്തെ അനുകൂലിച്ചെങ്കിലും ജസ്റ്റിസ് ബി നാഗരത്ന എതിർക്കുകയായിരുന്നു. നേരത്തെ ഗുജറാത്തിൽ നിന്നും പട്നയിലേക്ക് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയപ്പോൾ തന്നെ എല്ലാവിധത്തിലെ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി സീനിയോറിറ്റി മറികടന്നുകൊണ്ടുള്ള ഒരു നിയമനമാണ് നടത്തിയത് എന്നുള്ളൊരു കാര്യം മെയ് മാസത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേ എതിർപ്പ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് സീനിയോറിറ്റി മറികടന്ന് സുപ്രീം കോടതിയിലേക്കും ജസ്റ്റിസ് വിപുലം പഞ്ചോളിയെ നിയമിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. മാത്രമല്ല, ഗുജറാത്തിൽ നിന്ന് മാത്രം ജസ്റ്റിസ് JB പർദിവാല അടക്കം 2 ജഡ്ജിമാരുണ്ട്. ഈ ഒരു ജഡ്ജി കൂടി, സാധാരണ ഒരു ഹൈക്കോടതിയിൽ നിന്ന് ഒരു ജഡ്ജി പരമാവധി 2 ജഡ്ജിമാരാണ് നിയമിക്കുന്നത്. ഇതിപ്പോൾ ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്നും പേരന്റ് ഹൈക്കോടതിയായിട്ടുള്ള ഗുജറാത്തിൽ നിന്നും 3 ജഡ്ജിമാർ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഇത് അംഗീകരിക്കാനാവില്ല. മാത്രമല്ല, പലതരത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ തരത്തിലുള്ള എല്ലാ മുന്നറിയിപ്പുകളെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കൊളീജിയം ശുപാർശ അംഗീകരിച്ചതായിട്ട് നിയമമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ശരി, ധനസുബോധ്.